പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2-ാം ദിവസം തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് നമുക്കിന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാലോ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പ കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ച കൃപകൾക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ച് പറയാം, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരമുയർത്തി പറ, യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവ് വിശ്വസ്തനാകുന്നു, എൻ്റെ കർത്താവ് മാറാത്തവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. 33-ാം സങ്കീർത്തനം പറയുന്നു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കണം. നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ വെളിപ്പെടുത്തുക നമ്മുടെ ആ ദൈവിക സ്വഭാവത്തെ നമ്മൾ വെളിപ്പെടുത്തുന്നത്. അപ്പം നന്ദി പറയുമ്പോൾ നമ്മൾ വെളിപ്പെടുത്തുന്ന ദൈവിക സ്വഭാവത്തെ. അപ്പോൾ കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ, കർത്താവെ എന്നെ നടത്തിയതിനായിട്ട് സ്തോത്രം, എന്നെ പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ഈ ഫെബ്രുവരി മാസത്തിൻ്റെ 2-ാം ദിവസം പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ എനിക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്തു. അവൻ പരിമിതികളെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു ദിവസമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു ദിവസമായി മാറട്ടെ. ആത്മശക്തിയിൽ ആനന്ദിക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദിവസമായി മാറട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ തിങ്കളാഴ്ച പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഏതൊക്കെ ആവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു അതിന്മേൽ അത്ഭുതം ചെയ്യട്ടെ. അവർ ചെല്ലുന്നിടത്തൊക്കെയും ദൈവിക വാതിലുകൾ ഓപ്പൺ ആകട്ടെ. ദൈവത്തിൻ്റെ ഫേവർ അവർക്കുണ്ടാകട്ടെ. അവർ കയറി ചെല്ലുമ്പോൾ തന്നെ അവർക്ക് മുമ്പേ ദൈവദൂതൻ ചെന്ന് കാര്യങ്ങൾ നിർവഹിച്ചു വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കാര്യങ്ങൾ നിർവഹിച്ചു വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കാര്യങ്ങൾ നിർവഹിച്ചു വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക പ്രവൃത്തികൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായിട്ടും നന്ദി പറയുന്നു. അങ്ങനെ പ്രവൃത്തി ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ കാണട്ടെ. പ്രത്യേകിച്ച് രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ 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 മെനഞ്ചൈറ്റിസ് മാതിരിയുള്ള രോഗങ്ങൾ, സ്പൈനൽ കോഡിനകത്തെ ഫ്ലൂയിഡിനകത്തുള്ള ഇൻഫെക്ഷനുകൾ, അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡിനകത്തുള്ള എല്ലാ ഇൻഫെക്ഷൻസുകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡിനകത്ത് വലിയൊരു സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും രക്തം ശുദ്ധമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രക്തം ശുദ്ധമാകട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ രക്തം ശുദ്ധമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങളെ കർത്താവ് അയച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സാമ്പത്തികമായ ആവശ്യങ്ങളിലും ദൈവിക ഇടപെടലുകൾ ഇന്ന് പകൽക്കാലം നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ജോലിയിൽ ദൈവിക ഇടപെടൽ നടക്കട്ടെ. ബിസിനസ്സിൽ ദൈവിക പ്രവൃത്തികൾ നടക്കട്ടെ. ഈ മാസം കർത്താവെ എല്ലാ പരിമിതികളെയും ഓവർകം ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വൈകിട്ടത്തെ ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം 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 സ്തോത്രം. അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും, അങ്ങ് സംസാരിച്ച വിധങ്ങൾക്കും നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ദൈവരാജ്യം വിശാലതയിലേക്ക് വരട്ടെ. കർത്താവെ, അങ്ങയുടെ പ്രത്യേക ഫേവർ ഞങ്ങളുടെ മേലുള്ളതിനായിട്ട് സ്തോത്രം.
പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2ാം ദിവസത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ടാകും. പകൽക്കാലം നമ്മൾ ഉപവാസത്തിലായിരിക്കുമ്പോൾ ജോലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യണം. ആമേൻ. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വെറുതെ ആഹാരം കഴിക്കാതിരുന്നാൽ അത് വെറും നിരാഹാര സമരമായി മാറും. മറിച്ച് ആഹാരം മാറ്റി വെക്കുന്നതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുക കൂടെ ചെയ്യുമ്പോഴാണ് അത് പ്രാർത്ഥനയും ഉപവാസവുമായി മാറുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വീണ്ടും ഓർപ്പിക്കുന്നു, ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ഡിക്ലറേഷൻസും പ്രൊക്ലമേഷൻസും ഒക്കെ ചെയ്യണം. ആമേൻ. ആത്മീയ സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വീണ്ടും ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകും. നമ്മൾ ഇന്നലെ വായിച്ചതുപോലെ സക്രിയാവിൻ്റെ പുസ്തകത്തിലുള്ള വാക്യം ഇതായിരുന്നു. ആമേൻ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. സെരൂബാബേൽ ഒരു വലിയ കാര്യം ചെയ്യുകയാണ്. ആമേൻ. അല്ലെങ്കിൽ ആ പണി നടക്കുമ്പോൾ സെരൂബാബേലിനെ സംബന്ധിച്ച് സെരൂബാബേലിന് റിസോഴ്സുകളൊന്നുമില്ല. ആമേൻ. സെരൂബാബേലിന് മാനുഷികമായ സഹായം ഉണ്ടെന്ന് പറയുവാനായിട്ട് ഒന്നുമില്ല, അല്ലെങ്കിൽ ഭൗതിക സഹായവുമില്ല, മാനുഷികമായ സഹായമില്ല. അപ്പോഴാണ് സക്രിയാവിലൂടെ സെരൂബാബേലിന് അരുളപ്പാട് കിട്ടുന്നത്, നീ സൈന്യത്താലല്ല, ശക്തിയാലല്ല, നീ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ഇത് പൂർത്തീകരിക്കാൻ പോകുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ പുതിയ മാസത്തിൽ ആമേൻ 2-ാം ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരിമിതികൾ കാണും. നമുക്ക് പറയാൻ പലതരത്തിലുള്ള പരിമിതികളുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ആമേൻ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സ് പരിമിതപ്പെടുത്തിയിരിക്കുക. മനസ്സ് പറയും, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയത്തില്ല, നിനക്ക് അങ്ങനെ ഉയരാനുള്ള യോഗ്യതയില്ല, നിനക്കതിനുള്ള വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ നിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, അല്ലെങ്കിൽ നിൻ്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, അല്ലെങ്കിൽ ഫിസിക്കലി നീ അതിനുള്ള എന്നാ പറയുന്നത്, ഫിസിക്കലി നിനക്ക് അതിനുള്ള കഴിവില്ല. അങ്ങനെ പലതരത്തിൽ നമ്മളെ പരിമിതിപ്പെടുത്തുന്ന, ലിമിറ്റ് ചെയ്യുന്നതായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ശത്രു അതിനെ ആഘോഷമാക്കാൻ നോക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പരിമിതികൾ നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ ആമേൻ നമ്മൾ വിചാരിക്കും, അയ്യോ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എനിക്ക് പഠിക്കാൻ കഴിയത്തില്ല, എനിക്കല്ലെങ്കിൽ ആ കാര്യം ചെയ്യാൻ കഴിയത്തില്ല, എനിക്ക് ജീവിക്കാൻ പ്രയാസമാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, എന്നെ ശക്തനാക്കുന്നവൻ, ഞാൻ എൻ്റെ കഴിവുകൊണ്ടല്ല, സെരൂബാബേലെ നിൻ്റെ ശക്തി കൊണ്ടല്ല, ആമേൻ, നിൻ്റെ ബലം കൊണ്ടല്ല, അല്ലെങ്കിൽ ബാഹ്യമായ ശക്തിയും ബലവുമല്ല, ദൈവത്തിൻ്റെ ആത്മാവ്, അവൻ ഉയരത്തിലെ ശക്തിയാൽ നിൻ്റെ ലിമിറ്റേഷൻസിനെ നീ ഓവർകം ചെയ്ത് ഒരത്ഭുതമായി മാറും. ഫെബ്രുവരിയിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എല്ലാ ലിമിറ്റേഷൻസിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വരണം, ഇതിനെന്നെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. ആമേൻ. എന്നെ ശക്തനാക്കുന്നത് കർത്താവ്, എന്നെ ശക്തീകരിക്കുന്നത് കർത്താവ്, എൻ്റെ മേൽ ബലം പകരുന്നത് കർത്താവ്, എന്നെ ഉയർത്തുന്നത് യേശുവ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ ജയാളികളായി മാറുകയാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ പുതിയ മാസത്തിൻ്റെ 2-ാം ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, ഈ മാസം എങ്ങനെ പോകണം. ആമേൻ. പരിമിതികളെ അതിജീവിച്ച് കയറുന്നൊരു മാസമായി മാറണം. ആമേൻ. ബ്രേക്കിംഗ് ദ ലിമിറ്റേഷൻസ്. നമ്മുടെ മുമ്പിൽ ശത്രു പല ലിമിറ്റേഷൻ, ഈ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, അവർ പറയും എനിക്ക് അതിനുള്ള ബുദ്ധിയില്ല. ആര് പറഞ്ഞ് ബുദ്ധിയില്ലെന്ന്? ദൈവ പൈതലെ, നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നിരിക്കുക, നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുക, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിൻ്റെ അകത്തിരിക്കുക. അപ്പോൾ പിന്നെ നിനക്കെങ്ങനെ പറയാൻ പറ്റും എന്നെക്കൊണ്ട് കഴിവില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല? ഇല്ല, അങ്ങനെ പറയരുത്. അവിടെ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ഞാൻ മുന്നേറാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശാക്തീകരിക്കുന്നത്, മാനുഷിക സഹായത്തിലല്ല, മാനുഷിക ബുദ്ധിയിൽ. ചിലപ്പോൾ പറയാം, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അത് പറ്റത്തില്ല, പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കഴിവില്ല, പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിയില്ല. ആമേൻ. അങ്ങനെ പറയരുത്. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ അവൻ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറി. അവനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ദൈവത്തിൻ്റെ മക്കളായി കഴിഞ്ഞപ്പോൾ നമ്മൾ പഴയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. പറയണം, ഇല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാ. ആമേൻ. എന്നെ സഹായിക്കുന്ന ദൈവമാണ്, എന്നെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ ഒരു ബോധ്യത്തിൽ മുന്നേറുക കേട്ടോ. ബാക്കി നമുക്ക് ഇന്ന് വൈകിട്ട് കേൾക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞാണ്ട് ഇത് പരിമിതികളെ ആമേൻ അതിജീവിച്ച് മുന്നേറുന്ന മാസമാണ്. ഓവർകമ്മിങ് ലിമിറ്റേഷൻസ്. ഹല്ലേലൂയ. ഈ മാസം കർത്താവ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ പരിമിതികളുണ്ടോ, എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ, അതിനെയൊക്കെ ഓവർകം ചെയ്ത്
ആമേൻ ജയാളികളായി മുന്നേറുന്നൊരു മാസമായി തീരട്ടെ. കരമുയർത്തി പറ, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും നമ്മൾ ആമേൻ പരിമിതികളെ ഓവർകം ചെയ്ത് മുന്നേറുന്നവരായിത്തീരും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.